എർത്ത്, നമ്മുടെ സ്വന്തം ഭൂമി. ഈ വിശാലമായ ഈ കോസ്മിക് സമുദ്രത്തിൽ ഒരു ചെറിയ നീല പുള്ളി മാത്രം. നമുക്കറിയാവുന്ന എല്ലാവരും, ഓരോ വ്യക്തിയും, ഇവിടെ ജീവിച്ചിരുന്ന ഓരോ മനുഷ്യരും, പറയപ്പെട്ട എല്ലാ കഥകളും എല്ലാം ഇവിടെ തന്നെ. നമ്മുടെ യാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മൾ ഭൂമിയുടെ അന്തരീക്ഷം വിട്ട് പുറത്തേക്ക് പോകുന്നു. ചന്ദ്രനെയും അതിനപ്പുറത്തേയും കടന്ന്, നമുക്കറിയാവുന്ന എല്ലാ ഗ്രഹങ്ങളെയും സൂര്യനെയും മറികടന്ന് നമ്മളൊരു വലിയ യാത്ര തുടങ്ങുന്നു. ഈ യൂണിവേഴ്സിൻ്റെ യഥാർത്ഥ വലുപ്പം മനസ്സിലാക്കാനുള്ളൊരു യാത്ര. നമ്മൾ ഭൂമിയുടെ ആലിംഗനം വിട്ട് പുറപ്പെട്ടപ്പോൾ നമ്മുടെ കോസ്മിക് യാത്രയിലെ ആദ്യത്തെ മാർക്കർ ചന്ദ്രനാണ്. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏകദേശം 3,84,000 കിലോമീറ്റർ ദൂരത്തിലാണ്. വളരെയധികം ദൂരമാണത്. കാരണം നിങ്ങളൊരു കാറിൽ 1 മണിക്കൂർ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ അവിടെ എത്താൻ 160 ദിവസത്തിൽ കൂടുതൽ സമയമെടുക്കും. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ഭൂമി നീലയും പച്ചയും നിറഞ്ഞ് ഈ കറുത്ത ശൂന്യാകാശത്തിൻ്റെ നടുക്ക് ഒരു വൃത്തമായി കാണപ്പെടുന്നു. ഈ കാഴ്ച നമ്മുടെ ചിന്താഗതി തന്നെ മാറ്റുന്നു. ഈ വിശാലമായ യൂണിവേഴ്സിൽ നമ്മൾ എത്ര ചെറുതാണെന്നുള്ള ചിന്ത. ഇതാണ് ചന്ദ്രനിൽ നിന്ന് നോക്കിയപ്പോൾ കാണുന്ന നമ്മുടെ ഭൂമി. നമ്മുടെ യാത്ര തുടരുമ്പോൾ അടുത്ത പ്രധാന മാർക്കർ അത് സൂര്യനാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിൽ നിൽക്കുന്ന ഈ സൂര്യൻ, ഇതേ യൂണിറ്റ് കിലോമീറ്ററിൻ്റെ കണക്കിൽ പറയുകയാണെങ്കിൽ ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ദൂരം അളക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് മെഷറിംഗ് യൂണിറ്റ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്രകാശം മണിക്കൂറിൽ 3 ലക്ഷം കിലോമീറ്റർ അതിവേഗത്തിൽ സഞ്ചരിച്ചാലും സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം 8 മിനിറ്റ് 20 സെക്കൻഡ് വേണ്ടിവരും. നിങ്ങൾ ഈയൊരു ദൂരം മണിക്കൂറിൽ 900 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ജെറ്റ് വിമാനത്തിൽ യാത്ര ചെയ്താൽ അവിടെ എത്താൻ ഏകദേശം 19 വർഷമെടുത്തേക്കും. നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു അപാരമായ ദൂരമാണ് സ്പേസിൻ്റെ വലുപ്പത്തിന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സൂര്യൻ ഒരു ജ്വലിക്കുന്ന മഹാവിഷ്ണു. ഈ അതിശയകരമായ ദൂരത്തിൽ നിന്നിട്ടും നമ്മുടെ ഭൂമിക്ക് ജീവൻ നിലനിൽക്കാനുള്ള ഊർജ്ജം നൽകുന്നു. നാം ഭൂമിയെയും സൂര്യനെയും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം മാർസാണ്, നമ്മുടെ ചുവപ്പൻ അയൽവാസി. മാർസ് ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുമ്പോൾ ഏകദേശം 54.6 മില്യൺ കിലോമീറ്റർ അകലെ ആയിരിക്കും അത്. എന്നാൽ ഈ ദൂരം ഒരു ഘട്ടത്തിൽ 401 മില്യൺ കിലോമീറ്റർ വരെ വളരാം. ഭൂമിയും മാർസും സൂര്യൻ്റെ എതിർഭാഗങ്ങളിലുള്ളപ്പോൾ. ഉദാഹരണത്തിന് ഒരു സാധാരണ ജെറ്റ് വിമാനം ഈ ദൂരം സഞ്ചരിക്കേണ്ടി വരുമെങ്കിൽ മാർസിലേക്ക് എത്താൻ ഏകദേശം 50 വർഷം വരെ എടുക്കും. ഭൂമിയുടെയും മാർസിൻ്റെയും ഇടയിലുള്ള ഈ ഒരു വലിയ ദൂരം ബഹിരാകാശ യാത്രകൾക്ക് വലിയൊരു വെല്ലുവിളി തന്നെയായി തുടരുന്നു. നമ്മൾ മാർസിലേക്ക് അയച്ച റോവറുകളും പ്രോബുകളും നേരിടുന്ന പ്രയാസം ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത് മാത്രമല്ല, എപ്പോഴും മാറുന്ന ഈ ഓർബിറ്റൽ ഡൈനാമിക്സിൻ്റെ പ്രയാസം മൂലം യാത്ര വളരെ സങ്കീർണമാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ അതിരുകളിലേക്ക് യാത്ര തുടരുന്നു. അവിടെ നമുക്ക് നേരിൽ കാണപ്പെടുന്നത് നെപ്റ്റ്യൂൺ, തണുത്ത വാതക ഗ്രഹം. ഭൂമിയിൽ നിന്ന് ഏകദേശം 4.5 ബില്യൺ കിലോമീറ്റർ അകലെ. നെപ്റ്റ്യൂൺ നമ്മുടെ സൗരകുടുംബത്തിൻ്റെ അതിരായി കണക്കാക്കപ്പെടുന്നു. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം നെപ്റ്റ്യൂണിലെത്താൻ 4 മണിക്കൂർ 15 മിനിറ്റ് വേണ്ടിവരും. ഈ വലിയ ദൂരം നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നു. 1977 വിക്ഷേപിച്ച വോയേജർ 1 സ്പേസ് പ്രോബാണ് മനുഷ്യൻ്റെ പ്രതിരോധിക്കാനാവാത്ത ക്യൂരിയോസിറ്റി മനോഭാവത്തെയും നമ്മുടെ പരിചിതമായ അതിരുകൾക്കപ്പുറം ഇതിനേക്കാൾ കൂടുതൽ അറിയാനുള്ള ആഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നത്. ഇപ്പോൾ വരെ വോയേജർ 1 40 വർഷം കഴിഞ്ഞ് സഞ്ചരിച്ചിട്ടുണ്ട്. ഇതുവരെ ഏകദേശം 22 ബില്യൺ കിലോമീറ്ററോളം ദൂരം അത് കടന്നുപോയിട്ടുണ്ട്. ഇതുവരെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സഞ്ചരിക്കുന്ന വസ്തുവായാണ് വോയേജർ 1 കണക്കാക്കപ്പെടുന്നത്. ഈ കോസ്മിക് സമുദ്രത്തിൽ ഒരു ശാന്തമായ സഞ്ചാരിയായി അത് തുടരുന്നു. 1990 പ്രശസ്ത ആസ്ട്രോണമറായ കാൾ സാഗന്റെ നിർദ്ദേശപ്രകാരം വോയേജർ 1 അതിൻ്റെ ക്യാമറ പിന്നോട്ട് തിരിച്ചു, ഭൂമിയുടെ ഒരു അവസാന ചിത്രം എടുക്കാനായി. അതിൻ്റെ ഫലമായി പ്രസിദ്ധമായ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന ചിത്രം ലഭിച്ചു. അന്ന് ഭൂമിയിൽ നിന്ന് ഏകദേശം 6 ബില്യൺ കിലോമീറ്റർ അകലെ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഗ്രഹം ആ വിശാലമായ ശൂന്യാകാശത്തിൽ ഒരു ചെറിയ മങ്ങിയ നീല പുള്ളിയായി മാത്രം കണ്ടു. ഈ ചിത്രം കണ്ടിട്ട് കാൾ സാഗൻ അതിൻ്റെ താല്പര്യത്തെക്കുറിച്ച് കവിതാഭാവത്തിൽ പറഞ്ഞിരുന്നു. ലുക്ക് അഗെയിൻ അറ്റ് ദാറ്റ് ഡോട്ട്, ദാറ്റ്സ് ഹിയർ, ദാറ്റ്സ് ഹോം, ദാറ്റ്സ് അസ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ അതിരുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ് ഓർട്ട് ക്ലൗഡുകൾ. ഓർട്ട് ക്ലൗഡ് എന്ന സങ്കല്പിതമായ വലിയൊരു സ്ഫിയറാണത്. തണുത്ത ബിന്ദുക്കളാൽ നിറഞ്ഞ വലിയൊരു ഗോളാകൃതിയിലുള്ള ഒരു മേഖല. ഈ ക്ലൗഡ് സൂര്യനിൽ നിന്ന് ഏകദേശം 1 ലക്ഷം ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ വരെ വ്യാപിച്ചു കിടക്കുന്നു. അത് ഏകദേശം 1.9 ലൈറ്റ് ഇയേഴ്സ് വരെ ദൂരമുണ്ട്. ഈ വലിയ ദൂരം, ഇത്ര വലിയ ദൂരം, ഇത് നക്ഷത്രങ്ങളിലേക്ക് പോകുന്ന ഇന്റർസ്റ്റെല്ലർ സ്പേസ് എന്ന അതിരിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. ശാസ്ത്രജ്ഞർ നിർണയിച്ചിരുന്ന ഇന്റർസ്റ്റെല്ലർ സ്പേസിന്റെ അതിര് ഹീലിയോപോസ് എന്നത് സൂര്യൻ
ഭൂമിയിൽ നിന്നുള്ള സോളാർ വിൻഡിന്റെ സ്വാധീനം അവസാനിക്കുന്ന പ്രദേശമാണ് ഈ ഹീലിയോപോസ്. ഇവിടെ വരെയാണ് നമ്മുടെ സൂര്യന്റെ സ്വാധീനം എത്തുന്നത്. ഇവിടെ നിന്ന് തുടങ്ങുന്ന വിശാലമായ വലിയൊരു ആകാശമാണ് ഈ ഇന്റർസ്റ്റെല്ലാർ സ്പേസ് എന്ന് പറയുന്നത്. ഓർട്ട് ക്ലൗഡ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അവസാനത്തെ അതിരാണെന്നും ഇനിയാണ് നമ്മുടെ ഗാലക്സിയിലേക്കുള്ള കോസ്മിക് യാത്ര ആരംഭിക്കുന്നത്. ഇനി നാം നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അതിരുകൾ വിട്ട് അപ്പുറത്തേക്ക് അന്തരീക്ഷ യാത്ര തുടരുമ്പോൾ അടുത്ത ലക്ഷ്യം ആൽഫ സെന്റോറി എന്ന നക്ഷത്രമാണ്. ഇതായിരിക്കും നമ്മുടെ സൂര്യനോട് ഏറ്റവും അടുത്ത സ്റ്റാർ സിസ്റ്റം. ഭൂമിയിൽ നിന്ന് ഏകദേശം 41.3 ട്രില്യൺ കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്നു. ഇത് ഏകദേശം 2,76,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ വരെ ദൂരമുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങിയാൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ AU എന്ന അളവുകോൽ അത് അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് ഇത്തരത്തിൽ വലിയ ദൂരങ്ങൾ അളക്കാൻ ശാസ്ത്രജ്ഞർ ലൈറ്റ് ഇയർ എന്ന അളവാണ് ഉപയോഗിക്കുന്നത്. ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. ആൽഫ സെന്റോറി ഭൂമിയിൽ നിന്ന് ഏകദേശം 4.4 ലൈറ്റ് ഇയർ അകലെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാൽ ആൽഫ സെന്റോറിയിലേക്കൊരു യാത്ര അത് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഉദാഹരണത്തിന് വോയേജർ 1 എന്ന ബഹിരാകാശ വാഹനം സെക്കൻഡിൽ 17 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാലും ആൽഫ സെന്റോറിയിൽ എത്താൻ 70,000 വർഷം വരെ എടുക്കും. ഇത് വലിയ ദൂരമാണ്. ഇത്ര വലിയ ദൂരം നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയും ഇന്റർസ്റ്റെല്ലാർ യാത്രകൾക്കായി മനുഷ്യൻ നേരിടുന്ന പ്രയാസത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആകെ യാത്ര നമ്മുടെ സ്വന്തം ആകാശഗംഗയിൽ അതായത് മിൽക്കി വേയിൽ എത്തിച്ചേരുന്നു. നമ്മുടെ മിൽക്കി വേ ഏകദേശം 1,00,000 ലൈറ്റ് ഇയർ വീതിയുണ്ട്. ഇതൊരു വലിയ സ്പൈറൽ ആകൃതിയിലുള്ള ഒരു ഗാലക്സിയാണ്. ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളും അവയുടെ തന്നെ ഗ്രഹ സിസ്റ്റങ്ങളും സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഗാലക്സി. ഈ വലിയ ഘടനയുടെ ഉള്ളിലായി നമ്മുടെ സാങ്കേതിക വിദ്യ എത്തിച്ചേർന്നിരിക്കുന്ന അതിരാണ് ഹ്യൂമൻ റേഡിയോ ബബിൾ. ഭൂമിയിൽ നിന്ന് ഏകദേശം 100 ലൈറ്റ് ഇയർ ദൂരത്തിൽ വരെ മാത്രം. ഇതുവരെ മനുഷ്യൻ അയച്ച റേഡിയോ വേവുകൾ, ടെലിവിഷൻ സിഗ്നലുകൾ ഇതിനപ്പുറം എത്തിച്ചേർന്നിട്ടില്ല. അതായത് ഇതിനപ്പുറമുള്ള നക്ഷത്രങ്ങളിലോ ഗ്രഹങ്ങളിലോ ഉള്ള ജീവശാലികൾക്ക് നമ്മുടെ നിലനിൽപ്പ് അറിയാൻ പോലും സാധ്യതയില്ല. മിൽക്കി വേയുടെ വലുപ്പം അത്ര വലിയതാണ്. കാരണം നമ്മുടെ ആകെ ചരിത്രം പോലും ഈ യൂണിവേഴ്സിലെ ഒരു ചെറു പുല്ലിൽ ഒരു കാറ്റ് പോലെയാണ്. നമ്മൾ മിൽക്കി വേയുടെ പുറത്തേക്ക് യാത്ര തുടരുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് ഇന്റർ ഗലാക്റ്റിക് സ്പേസ് എന്നൊരു ഭാഗത്താണ്. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഗാലക്സികൾ തമ്മിലുള്ള ഒരു വലിയൊരു ശൂന്യാകാശം. നമ്മുടെ ഗാലക്സി ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടത്തിൻ്റെ ഭാഗമാണ്. 50-ലധികം ഗാലക്സികൾ ചേർന്ന് ഏകദേശം 1 കോടി ലൈറ്റ് ഇയർ വ്യാപ്തിയിലുള്ള ഒരു കൂട്ടം. ഇതിൽ മിൽക്കി വേ, ആൻഡ്രോമെഡ എന്നീ സ്പൈറൽ ഗാലക്സികൾ മാത്രമല്ല സ്ഥിതി ചെയ്യുന്നത്. ചെറിയ ഡ്വാർഫ് ഗാലക്സികളും ഇതിലുണ്ട്. ഈ ദൂരം അത്ര വലിയവയാണ്. കാരണം ഒരറ്റത്തിൽ നിന്നും മറ്റൊരു അറ്റത്തേക്ക് പ്രകാശത്തിന് എത്തിച്ചേരാൻ പോലും 1 കോടി വർഷമെടുക്കും. ഇന്റർ ഗാലാക്റ്റിക് സ്പേസ് ഒരു ശാന്തമായ അതീവ വിശാലമായ ശൂന്യാകാശ പ്രദേശമാണ്. വലിയ വലിയ ഗാലക്സികൾ പടർന്നു കിടക്കുന്ന ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു അനന്തമായ മരുഭൂമി പോലെ. ഈ വലിയ ശൂന്യത്തിൽ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ, നമ്മുടെ എല്ലാ ചരിത്രവും ഉള്ള ഈ സ്ഥലം ഒരു ചെറിയ പൊടി പോലെയാണ്. വലിയ കോസ്മിക് ലൈബ്രറിയിലുള്ള ഒരൊറ്റ ചെറുകഥ മാത്രമായി. നാം നമ്മുടെ കാഴ്ച ലോക്കൽ ഗ്രൂപ്പിന് അപ്പുറം നീട്ടുമ്പോൾ നമുക്ക് നേരിൽ കാണുന്നത് ദ കൊളോസൽ വിർഗോ സൂപ്പർ ക്ലസ്റ്റർ. ഇതൊരു അതിവിശാലമായ ഗാലക്സികളുടെ കൂട്ടമാണ്. നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ് ഉൾപ്പെടുന്നൊരു കൂട്ടം. ഏകദേശം 110 മില്യൺ ലൈറ്റ് ഇയർ വ്യാപ്തിയുള്ള പ്രദേശം, അല്ലെങ്കിൽ 33 മെഗാ പാർസെക് നീളം. വിർഗോ സൂപ്പർ ക്ലസ്റ്റർ ഒരു വലിയ ബ്രഹ്മാണ്ഡ ഘടനയാണ് യൂണിവേഴ്സിൽ. ആയിരക്കണക്കിന് ഗാലക്സികൾ, കുറഞ്ഞത് 100-ലധികം ഗാലക്സി ഗ്രൂപ്പുകളും ക്ലസ്റ്ററുകളും, ഓരോന്നിനും അനവധി നക്ഷത്രങ്ങളും അതിൻ്റേതായ ഗ്രഹങ്ങളും. ഈ വിർഗോ സൂപ്പർ ക്ലസ്റ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് നേരിൽ കാണപ്പെടുന്നത് അതിലും വലിയൊരു കോസ്മിക് ഘടനയാണ് ദ ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്റർ. ഇതൊരു വലിയ കൂട്ടമാണ്, ഗാലക്സികളുടെ മഹത്തായൊരു കൂട്ടം. എന്തിന്, വിർഗോ സൂപ്പർ ക്ലസ്റ്ററും ഉൾപ്പെടുന്നു ഇതിൽ. 500 മില്യൺ ലൈറ്റ് ഇയറോളം വ്യാപ്തിയുള്ള ഒരുപാട് വലിയ ഒരു കോസ്മിക് ഘടന. ലാനിയാക്കിയ എന്ന ഹവായൻ പദം വലിയ സ്വർഗം എന്നാണ് അർത്ഥം ചെയ്യുന്നത്. ആ അർത്ഥത്തിന് പൂർണ്ണമായും നീതി ചെയ്യുന്ന തരത്തിലുള്ള ഒരു അതിമഹത്തായ ഘടനയാണ് ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്റർ. 100 മില്യൺ ബില്യൺ സൂര്യന്മാരെ തുല്യമായ ഭാരം ഇതിലടങ്ങിയിരിക്കുന്നു. ലാനിയാക്കിയ ഒരു ഗ്രാവിറ്റേഷണൽ മാസ്റ്റർ പീസാണ്. ലാനിയാക്കിയ ഗ്രാവിറ്റിയാൽ ആകർഷണത്തിലൂടെ നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, ക്ലസ്റ്ററുകൾ എല്ലാം തമ്മിൽ ബന്ധപ്പെട്ട ഒരു വലിയ കോസ്മിക് വെബാണ്. ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്ററിന്റെ ഹൃദയഭാഗത്തിൽ ഒരു അതിമനോഹരമായ അജ്ഞാത ഭാഗമാണ് ദ ഗ്രേറ്റ് അട്രാക്ടർ. ഇത് വലിയൊരു ഗ്രാവിറ്റേഷണൽ ആകർഷണം
ഈ സൂപ്പർ ക്ലസ്റ്ററിലെ ഗാലക്സികളിൽ ഏൽപ്പിക്കുന്നു. ഈ വലിയ കോസ്മിക് വ്യാപ്തിയിൽ നമ്മുടെ മിൽക്കി വേ, നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ്, എന്തിന് വിർഗോ സൂപ്പർ ക്ലസ്റ്ററും ഈ മഹാവ്യാപ്തിയിലുള്ള ഘടനയിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്റർ നമ്മുടെ നിലനിൽപ്പിന് ഒരു വലിയ പശ്ചാത്തലമാണ് നൽകുന്നത്. നമ്മൾ ഒരുപാട് വലിയതും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനാവാത്ത ഒരു മഹത്തായ ഘടനയുടെ ഭാഗമാണെന്നുള്ള ബോധം നൽകുന്ന ഒരു പശ്ചാത്തലം. ഇനി ഈ കോസ്മിക് യാത്രയുടെ അതിരുകൾ എത്തുമ്പോൾ നമുക്ക് നേരിൽ കാണുന്നത് ദ ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ ബൗണ്ടറീസ് ആണ്. ഏകദേശം 93 ബില്യൺ ലൈറ്റ് ഇയർ വ്യാപ്തിയുള്ള ഒരു അതിശയിപ്പിക്കുന്ന ആസ്ട്രോണമിക്കൽ വിസ്മയം. ഇവിടെ ഒരു ചിന്തിപ്പിക്കുന്ന ചോദ്യമുണ്ട്. ഈ യൂണിവേഴ്സ് വെറും 13.8 ബില്യൺ വയസ്സുള്ളതായിരിക്കെ ഇത്ര വലുതാകാൻ എങ്ങനെ ഇതിന് കഴിഞ്ഞു? ഉത്തരം കോസ്മിക് എക്സ്പാൻഷൻ തന്നെയാണ്. ബിഗ് ബാങ് മുതൽ യൂണിവേഴ്സ് എല്ലായ്പ്പോഴും വിപുലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അകലം കൂടുന്നുണ്ട്. സെലസ്റ്റിയൽ ബോഡീസും ഗാലക്സികളും തമ്മിലുള്ള ദൂരം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്? ഇതിൻ്റെ ഉത്തരം കോസ്മോളജിയിൽ വലിയൊരു നിഗൂഢത തന്നെയാണ്. സ്പേസിലുള്ള ചില പ്രദേശങ്ങൾ നമ്മിൽ നിന്ന് പ്രകാശത്തിൻ്റെ വേഗതയേക്കാൾ വേഗതയിൽ അകന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ നമ്മൾ ഒരിക്കലും കാണാൻ കഴിയില്ല. അതിനാൽ യൂണിവേഴ്സിൻ്റെ യഥാർത്ഥ വലുപ്പം അജ്ഞാതമാണ്. ചിലപ്പോൾ ഇൻഫിനിറ്റിയുമാകാം. നമ്മുടെ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് വളരെ വലുതായിരിക്കുമ്പോഴും നമ്മുടെ ആകെ യൂണിവേഴ്സിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ആയേക്കാം. അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്, യൂണിവേഴ്സിൽ എന്നും ചില പ്രദേശങ്ങൾ, ചില ഗാലക്സികൾ, ചില അത്ഭുതങ്ങൾ നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. അവ യൂണിവേഴ്സ് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നമ്മിൽ നിന്ന് ശാശ്വതമായി വിട്ടുപോകുന്നു.